ഗൈസ്, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിന്റെ അധപ്പതനം എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് നമ്മൾ പരാമർശിച്ചു പോയതാണ് ISL ക്ലബിൻ്റെയും ഒക്കെ ഫ്യൂച്ചർ, അല്ലെ ISLന്റെ തന്നെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട്. എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം ആ തരത്തിലുള്ളൊരു വാർത്തയൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. എന്താണ് ആ വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ, FSDL ക്ലബ്ബുകളെ അറിയിക്കുന്നു MRA എന്ന് പറഞ്ഞാൽ മാസ്റ്റർ റൈറ്റ് എഗ്രിമെൻറ്റ് പുതുക്കാത്ത ഒരു സാഹചര്യമാണുള്ളെങ്കിൽ ISL നടക്കില്ല എന്നുള്ളതാണ്. 2010 റിലയൻസും സ്റ്റാറും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ FSDL എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു എഗ്രിമെന്റ് പ്രകാരം AFFന് ഓരോ വർഷവും 50 കോടി രൂപയോ അല്ലെങ്കിൽ റവന്യൂവിൻ്റെ ഒരു 20%, ഇതിലേതാണ് കൂടുതൽ അത് കൊടുക്കണം എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. 2010 15 വർഷത്തേക്കുള്ളൊരു കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തത്. ആ ഒരു കോൺട്രാക്റ്റ് ഈ ഡിസംബറിൽ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ MRAയുടെ ഒരു പുതുക്കൽ അല്ലെങ്കിൽ കരാർ പുതുക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു അനിശ്ചിതത്വം ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് FSDL ക്ലബ്ബുകളോടൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം, ലീഗിൻ്റെ ഒരു അനിശ്ചിതത്വമൊക്കെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. ഇപ്പോൾ MRAയുടെ കാര്യത്തിൽ ഒരു പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കാനായിട്ട് കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ AFFുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വേർഡിക്റ്റ് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ വരാനുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പം ചാടിക്കേടി ഒരു കാര്യം എടുക്കാനായിട്ട് പറ്റില്ല. എന്താണെങ്കിൽ FSDL ക്ലബ്ബുകളെയൊക്കെ ഇത് അറിയിച്ച ശേഷം ക്ലബ്ബുകളുടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് കൊണ്ട് ആർക്കാണ് ഒരു മെച്ചം ഉണ്ടാകും? ഇപ്പം ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ ക്ലബ്ബുകളും നഷ്ടത്തിലാണ്, FSDL നഷ്ടത്തിലാണ്. ഗുണം പറഞ്ഞ പോലെ AFFന് എല്ലാ വർഷവും ഒരു നിശ്ചിത എമൗണ്ട് കിട്ടുന്നുണ്ട്, പ്ലേയേഴ്സിന് സാലറി കിട്ടുന്നുണ്ട്, അതുവഴി ഏജൻസിന് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടെന്നൊക്കെയുള്ളതാണ്. FSDLന് തുടരാൻ താല്പര്യമുണ്ട്. പക്ഷേ ഒരു പുതിയ ഒരു കോൺട്രാക്റ്റ് ഒക്കെ പ്രകാരം ഈ പറഞ്ഞ 50 കോടി രൂപ കൊടുക്കാനും 20% കൊടുക്കാനും ഒന്നും FSDL റെഡി അല്ല എന്നുള്ളതാണ് AFFന്. അപ്പോൾ പുതിയൊരു രീതി FSDL മുന്നോട്ട് വെക്കുന്നത് ലീഗിൻ്റെ നടത്തിപ്പിൻ്റെ 60% ക്ലബ്ബുകൾക്കും 26% FSDLനും 14% AFFനും എന്ന നിലയ്ക്കാണ്. അപ്പം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ AFF റെഡി അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് വാർത്തകളായിട്ട് പുറത്തേക്ക് വന്നതാണ്. കാരണം അറിയാമല്ലോ, ഇതിൽ നിന്ന് ലാഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം ഇവർക്ക് ക്യാഷ് കിട്ടണമല്ലോ. അപ്പോൾ ഏപ്രിൽ 30 MRAയുടെ തീരുമാനം വരുമെന്നൊക്കെയുള്ള ചില റൂമേഴ്സും ഉണ്ടായിരുന്നു. മറ്റൊരു സൈഡിൽ നിന്ന് താല്പര്യമില്ലെങ്കിൽ പുതിയ ഡീലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി തന്നെ അറിയിക്കുന്നത്, അതായത് ഈ MRAയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കണ്ട, അത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേർഡിക്റ്റ് വന്നതിന് ശേഷം മതി എന്നുള്ളത്. അതിനുള്ളൊരു കാരണമുണ്ട്. കാരണം രാജ്യത്തെ ടോപ്പ് ടയറിൻ്റെ നടത്തിപ്പ് അതാത് ഫെഡറേഷൻ തന്നെ, അതായത് AFF തന്നെ നടത്തണം എന്നുള്ളതാണ് AFFിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഉള്ളത്. പക്ഷേ ഇതൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള FSDL ആണല്ലോ നടത്തുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ MRA റിന്യൂവലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വൈകിപ്പിക്കൽ സംഭവിക്കുന്നത്. എനിവേ ISLനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വേർഡിക്റ്റ് വളരെ നിർണായകമാകും എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്, AFFിൻ്റെ കോമ്പറ്റീഷൻ കലണ്ടർ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കോമ്പറ്റീഷൻ കലണ്ടർ എല്ലാ മത്സരങ്ങളെ പറ്റിയും പരാമർശിക്കുന്നുണ്ടെങ്കിലും ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ISLനെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. എനിവേ എന്തായിരിക്കും ISLൻ്റെയും അല്ലെങ്കിൽ ISL ക്ലബ്ബുകളുടെയും ഭാവി എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോൾ എന്തായാലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സുവർണ്ണ കാലഘട്ടത്തിലൂടെ ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ദുരന്തങ്ങളിൽ നിന്നും ദുരന്തങ്ങൾ എല്ലാ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്താകും ഇതിൻ്റെ ഒരു ഭാവി എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പം പ്ലേയേഴ്സ് ആര് വരും എന്നത് വരുമെന്ന് നോക്കണ്ടല്ലോ, ലീഗ് നടന്നാലേ അതിനൊക്കെയുള്ളൊരു പ്രസക്തി ഉള്ളൂ എന്നുള്ളൊരു വിഷയമാണുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ ഒരു വിഷയത്തിൽ ആയി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സൈനിങ് ഓഫ്.